നമസ്കാരം. അങ്ങനെ ലേറ്റസ്റ്റ് പ്രമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന പ്രമോയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് വിട്ടുകൊടുക്കലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നടക്കുന്നത്. അതായത് ലാസ്റ്റ് നമ്മൾ വന്നില്ല, ഈ ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട് ഋഷിക്ക് എന്തിന് വിട്ടുകൊടുത്തു എന്നുള്ള ക്വസ്റ്റ്യനാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. നമ്മുടെ ആരടുത്ത് ജാസ്മിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത്, ജാസ്മിൻ എന്തിന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്ന മറുപടി, എനിക്കറിയാം എങ്ങനെയായാലും ഇവരെനിക്ക് തരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വിട്ടുകൊടുത്തത് എന്ന് പറയുന്നു. അപ്പോൾ ഷിജു ചേച്ചി പറയുന്നുണ്ട്, ഈ വിട്ടുകൊടുക്കൽ പരിപാടി എന്ന് അത്ര നല്ല ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് ഷിജു പറയുന്നു. അപ്പോൾ മുടിയൻ പറയുന്നുണ്ട്, ഞാൻ തന്നെ ഞെട്ടിപ്പോയി, എന്തിനാണ് എനിക്ക് വിട്ടു തന്നത് എന്നുള്ളത് ആലോചിച്ച് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്ന് നമ്മുടെ മുടിയൻ പറയുന്നു. അവിടെ അൻസിബ പറയുന്നൊരു കാര്യമുണ്ട്. അൻസിബ വളരെ കൃത്യമായിട്ട് പറയല്ലോ, തുറന്നു കഴിഞ്ഞാൽ പോയിന്റേ പറയുള്ളൂ. അൻസിബ അവിടെ പറയുന്നത് വിട്ടുകൊടുക്കലും ഒരു വിജയമാണ് എന്ന് പറയുമ്പോൾ അവിടെ ജാസ്മിൻ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അൻസിബ പറഞ്ഞു, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് ലാലേട്ടനും പറയുന്നത്, അതെ അയാൾ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് ജാസ്മിനെ ഒന്ന് ആട്ടി അവിടെ ഇരുത്തുന്നുണ്ട്. അപ്പോൾ അൻസിബ പറയുന്നത്, ഇങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ അത് വോട്ടായിട്ട് എനിക്ക് വരുമെന്ന് ആര് കണക്കാക്കി? ജാസ്മിൻ കണക്കാക്കി എന്ന് അൻസിബ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് അൻസിബ പറയുമ്പോൾ ജാസ്മിൻ്റെ മുഖം വാടുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടും. അത് മാത്രമല്ല കാര്യം, അൻസിബ പറഞ്ഞൊരു പോയിന്റാണ്, അത് മാത്രമല്ല കാര്യം, അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. അതായത് ഫാമിലി വീക്ക് വന്നപ്പോൾ ഫാമിലിയിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നല്ല വോട്ടുണ്ട്, വേണമെങ്കിൽ കപ്പടിക്കാം, സെക്കൻഡ് പൊസിഷനിലാണോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൂടി ആർക്കുണ്ടായിരുന്നു? ഈ പറയുന്ന ജാസ്മിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ വിട്ടുകൊടുക്കുമ്പോൾ അൻസിബ പറഞ്ഞ പോലെ വോട്ടും കിട്ടും, അതുപോലെ തന്നെ ഞാൻ പുറത്താവത്തില്ല എന്നൊരു ഒരു ഉറപ്പും കൂടി ജാസ്മിൻ ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളി പ്രമോ നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.